തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി കേരള ബാർ കൗൺസിൽ. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് നൽകണം. ബാർ കൗൺസിൽ അടിയന്തര യോഗം 3 മണിക്ക് ചേരും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ ഇപ്പോൾ ബാർ കൗൺസിലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അടിയന്തര റിപ്പോർട്ട് കേരള ബാർ കൗൺസിൽ തേടിയിട്ടുള്ളത്. സ്വാഭാവികമായി ഉണ്ടാകേണ്ട നടപടിയാണത്. പക്ഷെ അത് ഒരുപക്ഷെ ഇന്നലെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഇന്നത്തേക്ക് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ബാർ കൗൺസിലിന്റെ ആവശ്യം. ബാർ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അടിയന്തര യോഗം 3 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിക്ക് സമീപത്തെ ബാർ കൗൺസിൽ ഓഫീസിലായിരിക്കും ഈ യോഗം ചേരുന്നത്. അഭിഭാഷകനെതിരായ അച്ചടക്ക നടപടി യോഗത്തിന്റെ അജണ്ടയാണ് എന്നും ഇപ്പോൾ വ്യക്തമാകുന്നു. അതായത് കടുത്ത നടപടിയിലേക്ക് ബാർ കൗൺസിൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതിലിപ്പോൾ നേരത്തെ ആ പെൺകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബാർ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീകാന്ത്. ഇതിൽ ആ സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിച്ചു, അവിടെ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിലപാടല്ല. അതല്ലായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു നടപടിയിലേക്ക് പോലീസിന് പോകാമായിരുന്നു. ഇപ്പോൾ ഒളിവിലുമാണ്. എവിടെയാണ് എന്നതിൽ ഒരു സ്ഥിരീകരണവും ഇല്ലതാനും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരാതികൾ കൂടി ഉയർന്നു വരുന്നുണ്ട് ശ്രീകാന്ത്. അനുജ, ഇത്തരത്തിലുള്ള പരാതികൾ കൂടി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാർ കൗൺസിൽ അടിയന്തര ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഈ വിഷയമടക്കം ഇന്നത്തെ ബാർ കൗൺസിൽ യോഗത്തിൽ ചർച്ചയാകും. ഇതിൽ ഈ അഭിഭാഷകനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യ ഒരു തീരുമാനമുണ്ടാവുക. അതിനുശേഷം ഈ ബാർ അസോസിയേഷൻ ഭാഗത്തുനിന്നും തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചകൾ അതെന്തായാലും ചർച്ചയാകും. ഇന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അടക്കം ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് സ്വാഭാവികമായും ചർച്ചയാകും. ഇല്ലെങ്കിൽ അത് മറ്റൊരു വലിയ വിവാദത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവതിയെ മർദ്ദിച്ച അഭിഭാഷകനെതിരെ എന്ത് നടപടി വേണം, അത് ചർച്ചയാകും. 2, ഈ അഭിഭാഷകനെ സംരക്ഷിച്ചു എന്ന ആരോപണമുള്ള അസോസിയേഷനെതിരെ എന്ത് നടപടി ഉണ്ടാകും, അതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്തെ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകർ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കേരള ബാർ കൗൺസിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ്. കൂടാതെ ബാർ കൗൺസിലിന്റെ അടിയന്തര യോഗം ഇന്ന് 3 മണിക്ക് ചേരുകയും ചെയ്യും.